Good morning all. ഞാൻ Ramakrishnan T B, MD and CEO of Sharewealth Securities Limited ആണ്. ഒപ്പം SEBI രജിസ്ട്രേഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇനി നമ്മൾക്ക് ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കാം. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ മെജോറിറ്റിയും ബെറ്റർ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് തന്നെയാണ്. ഓപ്പണിംഗ് ലെവലിൽ നിഫ്റ്റി ഒരു പക്ഷേ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സ്ലൈറ്റ്ലി സെല്ലേഴ്സാണ്. ഇന്നലെയും സെല്ലേഴ്സ് തന്നെയാണ്. അത് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമല്ല നൽകാൻ പോകുന്നത്. കാരണം മെയ് മാസത്തിൽ വലിയ രീതിയിലുള്ള പർച്ചേസാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ ഇന്നലെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഇന്നലെ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വീക്കായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 199.9 പോയിന്റ് താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ S&P 500 8.58 താഴെയായിരുന്നു. നാസ്ഡാക്ക് 11.34 പോയിന്റും താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ടെസ്ല ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ആപ്പിൾ ഇന്നലെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. അറൗണ്ട് $180 പെർ ഷെയറിനടുത്താണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിക്സ് നോക്കുകയാണെങ്കിൽ 14.73 ഇന്നലെ വിക്സ് റീഡിങ്, അതായത് വോളാട്ടിലിറ്റി ഇൻഡെക്സ്. മിനിഞ്ഞാത് 14.6 അതുപോലെ തന്നെ ഓവറോൾ വോളിയം അമേരിക്കൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 20 ദിവസത്തെ ആവറേജിനേക്കാളും താഴെയാണ്. അപ്പോൾ ഈ ട്രെൻഡ് സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് ബിയാസ് തന്നെയാണ് മാർക്കറ്റിൽ. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മെജോറിറ്റിയും വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ഗോൾഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മിനിഞ്ഞാന്ന് സ്പോട്ട് ഗോൾഡ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ഗോൾഡ് ക്ലോസ് ചെയ്ത് $1964.3 പെർ ഔൺസിനായിരുന്നു. ഇന്നലെ ക്ലോസ് ചെയ്ത് $1978.65 പെർ ഔൺസിനാണ്. ഇന്ന് ട്രേഡ് ചെയ്യുന്നതും ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഗോൾഡ് സ്പോട്ട് ഇന്ന് ട്രേഡ് ചെയ്യുന്ന $1962 പെർ ഔൺസിനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. 76.71 ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിലും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെറ്റൽ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽ ഫ്യൂച്ചേഴ്സും ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗോൾഡിൻ്റെ ന്യൂസ് നോക്കുകയാണെങ്കിൽ റഷ്യൻ സെൻട്രൽ ബാങ്ക് ജനുവരിയിൽ 3.6 ടൺ വിറ്റിരുന്നു. പക്ഷേ മെയ് മാസത്തിൽ 4 ടൺ വിറ്റുള്ള ന്യൂസുകളാണ് വരുന്നത്. അപ്പോൾ എവരി റൈസിൽ റഷ്യ അവരുടെ ഫിസിക്കൽ ഡെഫിസിറ്റൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയായിട്ട് ഗോൾഡ് സെല് ചെയ്യുന്നുണ്ട്. 2022 ഏറ്റവും കൂടുതൽ ഗോൾഡ് വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യ. അപ്പോൾ റഷ്യയുടെ സെല്ലിങ് വലിയ രീതിയിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഗോൾഡിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ജനുവരിയിൽ 3.6 ടൺ വിറ്റിട്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 4 ടൺ മെയ് മാസത്തിൽ വിറ്റു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഗോൾഡിലൊരു കോഷ്യസ് അപ്രോച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ ഓവറോൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വളട്ടൈൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. പക്ഷേ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് ലോങ് റണ്ണിലേക്ക് നൽകുന്നത്. നൊമുറ റിസർച്ച് ഉണ്ട്. നൊമുറ റിസർച്ച് പറയുന്നത് ഇന്ത്യ ഹൈ ഫ്ലൈയിങ് ഗീസ് എന്നാണ് പറയുന്നത്. ഹൈ ഫ്ലൈയിങ് ഗീസ് എന്നുള്ളൊരു ഒരു പരാഡിം ജാപ്പനീസ് എക്കണോമിസ്റ്റ് 1930കളിൽ ഉണ്ടാക്കിയതാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത് ഏഷ്യൻ എക്കണോമികൾ വലിയ രീതിയിൽ അടുത്ത കാലങ്ങളിൽ മുന്നേറുന്നുള്ള രീതിയിലുള്ളൊരു ഇൻഡിക്കേഷന് വേണ്ടിയാണ് അദ്ദേഹം ഹൈ ഫ്ലൈയിങ് ഗീസ് എന്ന് പറയുന്ന ഒരു പരാഡിം ഉണ്ടാക്കിയിട്ടുള്ളത്. ഗീസ് എന്ന് പറയുന്നൊന്നുമല്ല, ഗൂസ് എന്ന് പറയുന്ന ഒരു ബേർഡിൻ്റെ പ്ലൂരലാണ്. ഗൂസ് എന്ന് പറയുന്ന ഹംസം അല്ലെങ്കിൽ അരയന എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യനെ ഹൈ ഫ്ലൈയിങ് ഗീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗീസായിട്ട് നൊമുറ കണ്ടിട്ടുള്ളത് ഇന്ത്യ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, സൗത്ത് കൊറിയനൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ നൊമുറ പറഞ്ഞിരിക്കുന്നത് കറണ്ട് വാല്യുവേഷൻ വലിയ പ്രീമിയത്തിലാണ് കമ്പയർഡ് ടു അതർ എമർജിംഗ് മാർക്കറ്റുകൾ. അതുകൊണ്ട് ബൈ ഓൺ ഡിപ്പ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നൊമുറ എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസ് ഫ്ലോ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് നൽകാൻ പോകുന്നത്.
അതുപോലെ തന്നെ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ പറയുന്നത്, അയാട്ട പറയുന്നത് വലിയ രീതിയിലുള്ള ടൂറിസ്റ്റ് ഇൻഫ്ലോ ആണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഹോസ്പിറ്റാലിറ്റി സെക്ടർ, ഹോട്ടൽ സെക്ടറിന് വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലത്തെ 2 എയർലൈൻസ് ആണ് ഇപ്പോൾ മേജറായിട്ട് നമുക്ക് റിലയബിൾ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാവുന്ന എയർലൈൻസ്, ഇൻഡിഗോ ആൻഡ് എയർ ഇന്ത്യ. ഇൻഡിഗോ വലിയ രീതിയിലുള്ള ഗൈഡൻസ് ആണ് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലേക്ക് കൊടുത്തിട്ടുള്ളത്. 10 കോടി പാസഞ്ചേഴ്സിനെയാണ് അവർ ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, മാർച്ച് 2024 മുമ്പ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഗ്ലോബലി വരുന്ന ന്യൂസുകളെല്ലാം തന്നെ എയർലൈൻസിന് പോസിറ്റീവാണ്. അപ്പോൾ ഇൻഡിഗോ ഈ ലെവലിൽ നിന്ന് വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഇനി അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഡെറ്റ് സംബന്ധിച്ചുള്ള ന്യൂസ് ഫ്ലോ വരുന്നുണ്ട്. വളരെ പോസിറ്റീവാണ്. $2.65 ബില്യൺ ഡെറ്റ് കൂടി അവർ കൊടുത്തു തീർത്തിട്ടുണ്ട്. അപ്പോൾ എബിറ്റയുടെ 3.81 ടൈംസ് ആയിരുന്നു അവരുടെ ഡെറ്റ് ഉണ്ടായിരുന്നിട്ടുള്ളത്. അത് ഒരു കുറച്ച് 2.81 ടൈംസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രീ ക്യാഷ് ഓൺ ഹാൻഡ് വന്നിട്ടുള്ളത് $4.75 ബില്യൺ ആണ്. അതുപോലെ തന്നെ ഫ്രീ ഫ്ലോസ്, മറ്റുള്ള ഓപ്പറേഷനിൽ നിന്ന് വരുന്ന ഫ്രീ ഫ്ലോസ് ഒക്കെ അടക്കം 77,850 കോടി ക്യാഷ് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ കയ്യിലുണ്ട്. ഇത് അവരുടെ ഡെറ്റ് റീപേയ്മെന്റ് വെച്ച് നോക്കുമ്പോൾ, അതായത് ഡെറ്റ് റീപേയ്മെന്റ് ഈ ഫിനാൻഷ്യൽ ഇയർ, അതുപോലെ തന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയർ 2026 വരാൻ പോകുന്നത് 11,796 കോടി, അതുപോലെ തന്നെ 32,373 കോടി, അതുപോലെ തന്നെ 16,614 കോടി 2026. അപ്പോൾ ഈ 3 കൊല്ലം കൊടുക്കാനുള്ള ഡെറ്റ് റീപേയ്മെന്റിനുള്ള ക്യാഷ് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് അഡാനിനെ സംബന്ധിച്ച്. ഇനി എംപ്ലോയീസ് ഫോർ പ്രൊവിഡൻറ്റ് ഫണ്ട് ഇക്വിറ്റി എക്സ്പോഷർ കൂട്ടാനുള്ള ഒരു നീക്കത്തിലാണ് ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ് വരുന്നു പറയുന്നുണ്ട്. കറൻ്റ്ലി 15% വരെ ഇക്വിറ്റി റിലേറ്റഡ് പ്രൊഡക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അനുമതിയുണ്ട്. പക്ഷേ ആസ് ഓഫ് മാർച്ച് 2023 10% വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഫർദർ ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ, ലിമിറ്റ് ഹൈക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അത്രയും എമൗണ്ട് മാർക്കറ്റിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. HG ഇൻഫ്രയ്ക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവാണ്. 677 കോടി രൂപ ഓർഡറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് കമ്പനികളെല്ലാം തന്നെ നല്ല വലിയ രീതിയിലാണ് മുന്നേറിയിട്ടുള്ളത്. കാരണം ധാരാളം ഓർഡേഴ്സ് വീണ്ടും ലഭിക്കുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള 3 സ്റ്റോക്കുകൾ ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, HIL ഒക്കെയാണ്. അതോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, മസങ്കൻ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ്, ഇതിനൊക്കെയും പോസിറ്റീവ് തന്നെയാണ് ന്യൂസ് ഫ്ലോസ്. ബാങ്ക് ഓഫ് ബറോഡ അവരുടെ കയ്യിലിരിക്കുന്ന NSEയുടെ സ്റ്റോക്ക് 0.42% വിൽക്കാൻ പോവുകയാണ്. 3,150 രൂപ പെർ ഷെയറിലാണ്. അത് സ്ലൈറ്റ്ലി പോസിറ്റീവാണ് ബാങ്ക് ഓഫ് ബറോഡനെ സംബന്ധിച്ച്. ഇനിയൊരു ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്ക് ഉണ്ട്, MTAR ടെക്നോളജീസ്. തീർച്ചയായിട്ടും പ്രിസിഷൻ എഞ്ചിനീയറിംഗ് സൊല്യൂഷനാണ് ഡിഫൻസിനും എയറോസ്പേസ് കമ്പനികൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. ഇന്നലെ പ്ലൂട്ടസ് വെൽത്ത് മാനേജ്മെൻറ്റ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഈ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. 1,880 രൂപയാണ് ആവറേജ് പ്രൈസ് വന്നിട്ടുള്ള. 247 കോടി രൂപയ്ക്കുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ MTAR ടെക്നോളജീസ് ഇപ്പോഴത്തെ ഡിഫൻസ് റിലേറ്റഡ് റാലിയിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. മറ്റൊരു സ്റ്റോക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള വരുന്നത് ഗോദ്രേജ് കൺസ്യൂമർ ആണ്. ഗോദ്രേജ് കൺസ്യൂമറിൻ്റെ CFO ആയിട്ട് ഇപ്പോൾ ടാറ്റ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൻ്റെ CFO ഉണ്ട്. അദ്ദേഹം ജോയിൻ ചെയ്യാണ്. പോസിറ്റീവാണ്. ഒപ്പം ഡയമണ്ടിൽ നിന്ന് കൺസ്യൂമർ ഐറ്റംസ് ഒക്കെ FMCG സെഗ്മെൻറ്റും ഓൾറെഡി ഗോദ്രേജ് കൺസ്യൂമർ വാങ്ങിയിരുന്നു. ഈ 2 ന്യൂസുകളും വരുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ ഗോദ്രേജ് കൺസ്യൂമറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. 1,050 രൂപ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 1 രൂപയാണ് ഫേസ് വാല്യൂ. എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്ക് ലോങ് റണ്ണിൽ നല്ല റിട്ടേൺ നൽകാൻ ചാൻസസ് ഉള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്ക് അവരുടെ റിസ്ക് അപ്പിറ്റൈറ്റിനനുസരിച്ച് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇനി നമ്മളിന്ന് 3 സ്റ്റോക്കുകൾ പറയുന്നുണ്ട്. അതിലെ 3 സ്റ്റോക്കിൽ 2 സ്റ്റോക്കും SME IPO വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഒന്ന് ആറോ ജുവൽസ് ആണ്, ലിമിറ്റഡ് ആണ്. ആറോ ജുവൽസ് ലിമിറ്റഡ് മാർച്ച് 2020 IPO വന്നതാണ്. 36 രൂപ പെർ ഷെയറിനാണ് IPO വന്നത്. 10 രൂപയായിരുന്നു ഫേസ് വാല്യൂ. അതിനുശേഷം അവർ 2022 ജൂണിൽ 82:32
ഷെയർസ് ബോണസ് കൊടുത്തു. അതായത് 32 ഷെയറിന് 82 ഷെയർ വെച്ച് ബോണസ് കൊടുത്തിരുന്നു. അതിനുശേഷം ഇപ്പം മാർച്ചിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തി. 10 രൂപയിൽ നിന്നുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ് 2 രൂപയായിട്ടാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇന്നലെ ബോംബെയിൽ ട്രേഡ് ചെയ്യുന്നത് 4 രൂപ 87 പൈസയാണ്. ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഈ ഡയമണ്ട് മർച്ചൻസ് അക്വയർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ആക്ടിവിറ്റീസിൻ്റെ ഇൻകം മുഴുവൻ ഈ ക്വാർട്ടർ തൊട്ട് ഈ കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ്. വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ള ക്വാർട്ടർ 4 റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പെന്നി സ്റ്റോക്കിലൊക്കെ റിസ്ക് എടുത്ത് കളിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ആറോ ജുവൽസ് ലിമിറ്റഡ് ഒരു റിസ്കി ബെറ്റാണ്. നല്ല റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉള്ളൊരു സ്റ്റോക്കാണ്. കാരണം ഒരു പെന്നി സ്റ്റോക്കാണ്, അതും കൂടി മനസ്സിൽ വെക്കണം. പക്ഷേ ഡയമണ്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസും ഒക്കെയുള്ള ഒക്കെ ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്റ്റോക്കാണ്. ഒരുപക്ഷെ മുന്നേറാൻ ചാൻസസ് ഉണ്ട്. അപ്പർ സീലിംഗ് ലെവലിൽ തന്നെയാണ് ഓപ്പൺ ചെയ്യാൻ ചാൻസസ്. 4 രൂപ 87 പൈസയാണ്. ഇത് BSEയിൽ മാത്രമേ ഉള്ളൂ. SME സെഗ്മെൻറ്റിൽ നിന്ന് മെയിൻ ബോർഡിലേക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് സോഡിയാക് എനർജിയാണ്. ഇതും SME IPO വന്നതാണ്. 52 രൂപ പെയർ ഷെയറാണ് SME IPO വന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ. ഡിസംബർ 2017 എൻ്റെ SME IPO വന്നത്. 1:1 ബോണസ് ഓൾറെഡി ഇവർ കൊടുത്തിരുന്നു 2020. അതിനുശേഷം വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് വരുന്നത്. സോളാർ എഡിസൺ, അതുപോലെ അഡാനി, IOC, ടോറൻ പവർ, ഇവരൊക്കെയാണ് ഇവരുടെ കസ്റ്റമേഴ്സ്. മേജറായിട്ട് ഇവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻ, അതുപോലെ തന്നെ സോളാർ റിലേറ്റഡ് EPC വർക്കുകളൊക്കെയാണ്. ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് അഡാനി പോലുള്ള വലിയ കമ്പനികൾക്കാണ്. ഇപ്പോൾ കോട്ട് ചെയ്യുന്നത് 114 രൂപ റേഞ്ചിലാണ്. 10 രൂപ തന്നെയാണ് ഫേസ് വാല്യൂ. അപ്പോൾ ഇതും ഒരു പ്രോമിസിങ് ആയിട്ടുള്ള റിസ്കി ബെറ്റാണ്. റിസ്ക് എടുത്ത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. മറ്റൊരു സ്റ്റോക്ക് വേദവാഗ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. അത് 49 രൂപ 9 പൈസയാണ് ഇന്നലെ അപ്പർ സീലിംഗിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ബുക്ക് വാല്യൂ ഒക്കെ നോക്കുമ്പോൾ ബുക്ക് വാല്യൂവിനേക്കാളും താഴെയാണ് ഈ സ്റ്റോക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ റിസ്കി ബെറ്റാണ്. കാരണം ഇപ്പോൾ AI റിലേറ്റഡ് ആക്ടിവിറ്റീസിലേക്കും ഈ സോഫ്റ്റ്വെയർ കമ്പനി കടന്നിട്ടുണ്ട്. അപ്പോൾ AI ടൂൾസൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് വലിയ ഡിമാൻഡാണ് ഗ്ലോബലി. ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് വന്നു തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും AI ടൂൾസ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന മറ്റ് പല കമ്പനികളും നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വേദവാഗ് സിസ്റ്റംസ് ലിമിറ്റഡും ഒരു റിസ്കി ബെറ്റാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ അവനവൻ്റെ റിസ്ക് അപ്പിറ്റൈറ്റ് അനുസരിച്ചുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല കിട്ടാൻ ചാൻസസ് ഉള്ള ഷെയർസുകളാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റും ഓൾ ടൈം ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഓരോ റൈസിലും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, നന്നായിട്ട് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്ന സ്റ്റോക്കുകൾ നടത്തുന്നത് നല്ലൊരു ഡിസിഷനായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.